ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്നതാണ്. തറവാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രം കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എല്ലാ വർഷവും മെയ് 14-ാം തീയതിയാണ് അവിടെ കളിയാട്ടം നടക്കുന്നത്. ഇത്തവണ അമ്പലം പുതുക്കി പണിയുന്നത് കൊണ്ട് തന്നെ കളിയാട്ടമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അന്നേ ദിവസം അവിടെ കരിങ്കലശാണ് നടക്കുന്നത്. അപ്പോൾ അത് കാണാനും കൂടിയാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. കുഞ്ഞുമംഗലത്ത് ഈ വെക്കേഷൻ സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമാണ്. സന്തോഷം അതോടൊപ്പം സങ്കടവും കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയേ. അപ്പോൾ ആൾക്കാരൊക്കെ കുറവാണെന്ന് തോന്നി കണ്ടപ്പോൾ. സാധാരണ തെയ്യമുള്ള ദിവസമാണെങ്കിൽ ഒത്തിരി ആളുകൾ ഉണ്ടാവും കേട്ടോ. അവിടെ നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവാറില്ല. നമ്മൾ മതിലിന് പുറത്തൊക്കെ നിന്നിട്ടാണ് സാധാരണ തെയ്യം കാണാറേ. അപ്പം ഇന്ന് കുറച്ച് ആളുകളേ ഉള്ളൂ. കലശത്തിൻ്റെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീകൾ എവിടെ പോയാലും നമ്മുടെ ഭക്ഷണ കാര്യങ്ങളാണല്ലോ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ കുറച്ചാളുണ്ട് ഇവിടെ. ഉച്ചത്തേക്ക് എന്തൊക്കെയാണ് ആക്കേണ്ടത് എന്നുള്ള ചർച്ചയിലാണ് അവരുള്ളത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നടന്ന വഴികളും കളിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനേ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമെന്നേ. ഇത് കുഞ്ഞിമംഗലം തെക്കേ വയൽ എന്ന് പറയും. ഒത്തിരി വയലുകളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ കുറച്ച് വീടുകൾ വന്നിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മമ്മയും അച്ഛനൊക്കെ ഇവിടെ നെൽകൃഷി നടത്തിയിരുന്നേ. അപ്പോൾ നമ്മ അവരെ കൂടെ പോകാറുണ്ട്. ഞാറ് നടാനും പറിക്കാനൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അതിനൊക്കെ കൂടി ചെടിയിലൊക്കെ വീണ് വരണ്ടിട്ടൊക്കെയാണ് നമ്മൾ വരുന്നത്. അതൊരു രസമായിരുന്നു അന്ന്. ഇന്നത്തെ കുട്ടിയൊക്കെ അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുന്നത്, അമ്മ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടോ, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവരും അവിടെ കളിച്ചു കേട്ടോ. നല്ല വെയിലാണേ, പക്ഷേ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അധികം ചൂട് അറിയുന്നുണ്ടായില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചേ. അവിടെ നിന്ന് നമ്മൾ പോയത് നേരെ അമ്മമ്മേൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ അമ്മമ്മയില്ല, അച്ഛനും ഇപ്പം ഇല്ല. അമ്മമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷമായേ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ ആ കാണുന്ന അമ്പലം കണ്ടോ. അത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ വരുന്നൊരമ്പലമാണ് കേട്ടോ. പത്തില്ലെന്ന് പറയും. അപ്പോൾ അവിടെ തെയ്യത്തിന് നമ്മൾ വരാറുണ്ട്. അമ്മമ്മ പോയതിന് ശേഷം ഇതുവരെ തെയ്യം കാണാൻ വേണ്ടി ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു കാര്യമാണ്. അവരുടെ പ്രസൻസ് ഇല്ലാതെ നമ്മൾ അമ്പലത്തിൽ വരുന്നതും എല്ലാം ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇതാണ് കേട്ടോ അമ്മമ്മേൻ്റെ വീട്. ഇവിടെ ഇപ്പം മാമനും അമ്മായിയാണ് താമസിക്കുന്നത്. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പം അങ്ങനെ അതാ നമുക്കിപ്പം ഗേറ്റൊക്കെ അടച്ചതുകൊണ്ട് അകത്ത് കിടക്കാനും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ അതാ മോനും അതിൽ തുള്ളി കിടക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇതുപോലൊരു വെക്കേഷൻ സമയത്താണ് കേട്ടോ നമ്മൾ ഇവിടെ വരാറുള്ളത്. നമ്മൾ വെക്കേഷൻ ഇവിടെ വന്നില്ലെങ്കിൽ അമ്മമ്മ നമ്മളെ വെങ്ങരിലേക്ക് കൂട്ടാൻ വരുമായിരുന്നേ.
പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മളിവിടെ തന്നെയാണ് കേട്ടോ താമസം. ചിലപ്പോൾ നമ്മൾ 2 മാസം നിൽക്കും, അല്ലെങ്കിൽ 1 മാസം 1.5 മാസം നിന്നിട്ടൊക്കെയാണ് ഇവിടുന്ന് പോകാറ്. അപ്പോൾ പോകുമ്പോൾ കുടയും ബാഗൊക്കെ നമുക്ക് വാങ്ങിത്തരുമായിരുന്നു കേട്ടോ അച്ഛനും അമ്മമ്മയൊക്കെ കൂടിയിട്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. പിന്നെ വീടിന് ചുറ്റും ഒത്തിരി മാവുകളുണ്ടായിരുന്നു, കശുവണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല കേട്ടോ, എല്ലാം മുറിച്ച് മാറ്റിയേ. മരങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ ഒരു മാങ്ങയുടെ മണവും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മൾ നിന്നിരുന്ന വീടാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിതാ വീണ്ടും അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടേ. ഇവിടെ കലശത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. കലശം നടന്നുകൊണ്ടിരിക്കുമെന്നേ. ഇതുപോലെ ഓരോ തെയ്യത്തിൻ്റെ തറയിലും ഇതുപോലെ കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുവേ. പിന്നെ അങ്ങനെ വേറെ ഒത്തിരി കർമ്മങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കലശം കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ബാല്യകാലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.